കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ വിശേഷങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ടില്ല കേട്ടോ. കുറച്ച് ടെസ്റ്റുകളുടെ റിസൾട്ടും കൂടിയും കിട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ സൺഡേ ആണ് കേട്ടോ. സൺഡേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ സൺഡേ നമ്മൾ കുറച്ച് വൈകിട്ടാണ് കേട്ടോ പോയത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുഞ്ഞുമോളും അച്ചാച്ചനും ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടന് ലീവുള്ള കാരണം ഞാൻ കുറച്ചൊരു നേരം വൈകിട്ടാണ് പോയത് കേട്ടോ. അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കൊണ്ടിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചു കേട്ടോ, അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന്. അമ്മയ്ക്ക് പെട്ടെന്ന് പനി വന്നതാണ് കേട്ടോ. കുറച്ച് ദിവസമായി അമ്മ പനിയൊക്കെ കൊണ്ട് നടക്കണു. പക്ഷെ അത് കാര്യമാക്കിയില്ല കേട്ടോ. ഡോക്ടറെ അടുത്ത് പോകാമെന്ന് പറയുമ്പോൾ വേണ്ട 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 പറഞ്ഞിട്ട് ഇപ്പോൾ ഇതൊക്കെ അധികമായി. ഭയങ്കരമായിട്ട് ക്ഷീണമായിട്ടോ അമ്മയ്ക്ക്. ഭക്ഷണവും കഴിക്കണില്ല, ഒന്നും കഴിക്കണില്ല. ഞങ്ങൾ രാത്രി ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് പെട്ടെന്ന് ഉണ്ടായത്. അപ്പോഴും അമ്മ പറഞ്ഞു ഇവിടെയുള്ള ഹോസ്പിറ്റലിൽ നമുക്ക് കാണിക്കാം എന്നൊക്കെ പറഞ്ഞു. ആൾക്ക് ഭയങ്കര പേടിയാണ്. ആൾ സ്ഥിരമായിട്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഉള്ളതാണ്. അമ്മയ്ക്ക് ശ്വാസം മുട്ടും അലർജിയൊക്കെ ഉള്ളതാണ്. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വന്നാൽ വേഗം ആൾക്ക് വയ്യാണ്ടാവും. ഇതിപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് അവർ വന്ന് മാസത്തിൽ കാണുന്നതാണ്. ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആൾക്ക് തീരെ വയ്യാണ്ടായി. അപ്പോൾ കുഞ്ഞുമോൾ അവിടെ ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ കുഞ്ഞുമോൾക്ക് പരീക്ഷയായ കാരണം ഞാൻ കുഞ്ഞുമോളെന്നെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങൾ ഉച്ചരിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അവൾ പോണതിന് മുന്നേ അച്ഛമ്മയുടെ മുന്നിൽ നിന്ന് സെൽഫിയൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിന്ന് എടുക്കുകയാണ്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു. കുറേ പേരെന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് കൂടെ ഇത്ര അധികം പേര് എന്നോട് ചോദിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അമ്മയുടെ അസുഖം എന്താണ്, വയ്യാണ്ടായത് എന്താണെന്നൊന്നും. ഞാൻ ഓൾറെഡി ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ആണ് ഇടുന്നത്. എല്ലാവർക്കും എൻ്റെ ഫാമിലി വ്ളോഗ് കാണാൻ ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ഒത്തുകൂടുമ്പോഴുള്ള ഫാമിലി വ്ളോഗ് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും കൂടി കാണുന്നത് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ എപ്പോഴും എനിക്ക് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു സാരില്ല, അമ്മയുടെ അസുഖം മാറട്ടെ, എന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടാൽ മതി. ഒരുപാടെന്ന് പറയാൻ നിങ്ങളോട് ഒരുപാട് പറയാൻ നന്ദിയുണ്ട് കേട്ടോ. അമ്മയുടെ അടുത്ത് പെട്ടെന്ന് മാറുന്നു, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതൊക്കെ നന്നായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും എല്ലാവർക്കും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മൾ യൂട്യൂബിലൂടെ പരിചയപ്പെട്ടു. ഞാൻ കാണാത്ത കുറേ പേരുണ്ട്. പിന്നെ പെട്ടെന്നാണ് ഞാനൊരു ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, യൂട്യൂബിലൂടെ മാത്രം പരിചയമുള്ള ഒരു ചേച്ചീനെ കണ്ടപ്പോൾ ഓടി വന്ന് വർത്താനം പറഞ്ഞു. അത് ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക്. അപ്പോൾ ആ ചേച്ചി ഹോസ്പിറ്റലിൽ അവരുടെ ഹസ്ബൻഡ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചീനെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ മറന്നു പോയിട്ടോ. അപ്പോൾ അവരിവിടെ മെഷീനിൽ തന്നെ ഉണ്ട്. ഇനി കാണുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആരാന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ അമ്മയ്ക്ക് കുറച്ച് റിസൾട്ടുകളൊക്കെ കിട്ടാനുണ്ട്. റിസൾട്ട് കിട്ടിയിട്ട് വേണം ഇനി ബാക്കിയുള്ള എന്താണ് ട്രീറ്റ്മെൻറ്റിന് എന്താണെന്ന്. അപ്പോൾ കുറേ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഇനി ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത കാരണം ചിലപ്പോൾ ഒരു 5 ദിവസം കിടക്കേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കുഞ്ഞുമോൾ എന്തൊക്കെയോ വീഡിയോ എടുത്തിട്ട് നിങ്ങളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ വോയിസ് ഇടാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ആംബുലൻസ് വരുന്ന കാരണവും പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ട് അവളുടെ വോയിസ് കൊടുക്കാത്ത. അപ്പോൾ എല്ലാവരും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പെട്ടെന്ന് അസുഖമൊക്കെ മാറി വീട്ടിലേക്ക് വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. എനിക്കറിയാൻ പ്രാർത്ഥിക്കുന്നു, എനിക്കതൊന്നും മനസ്സിലായി. നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു. ഞാൻ എന്നിട്ട് അമ്മ അടുത്ത് പറഞ്ഞു കേട്ടോ. അമ്മയുടെ അടുത്ത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു എന്ന്. അപ്പം അമ്മയ്ക്ക് സന്തോഷമായിട്ട് എന്നെ കൂടുതലും യൂട്യൂബിൽ കൂടുതലും വീഡിയോസ് ഇടാനൊക്കെ സപ്പോർട്ടിങ് അമ്മയും അച്ഛനും തന്നെയാണ് കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ പെട്ടെന്ന് അവർ കാണാനും അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറയും. അമ്മ നമ്മുടെ കൂടെ അല്ല കേട്ടോ, തറവാട്ടിലാണ് നിൽക്കാറ്. അച്ഛനും അമ്മയും അവിടെയാണ്. വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം. നമ്മൾ തറവാട്ടിലേക്ക് പോണതും കണ്ണൻ്റെയും കിങ്ങണിയുടെയും കാര്യങ്ങളൊക്കെ പറയണവർക്കറിയാം. ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ അറിഞ്ഞൊന്നും വരില്ല. അതുകൊണ്ട് മാത്രം പറഞ്ഞതാട്ടോ. അപ്പം അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി റിസൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നാളെ ഡോക്ടർ വന്നിട്ട് പറയും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഓക്കേ.